വെള്ളാപ്പള്ളി നടേശൻ തുടരുന്ന വിദ്വേഷ പരാമർശങ്ങളിൽ പ്രതിസന്ധിയിലായി CPM നേതൃത്വം. മുസ്ലിം ലീഗിനെതിരെയാണ് തന്റെ വിമർശനമെന്ന് വെള്ളാപ്പള്ളി അവകാശപ്പെടുമ്പോഴും സാമുദായിക സൗഹാർദ്ദത്തിനെതിരായ പരാമർശങ്ങളിൽ CPM മറുപടി പറയേണ്ടി വരും. ആരാണ് ചരിത്രം പഠിക്കുന്നത്, ആരാണ് ശ്രീനാരായണ ഗുരുവിനെ പഠിക്കുന്നത്, അത് ചിന്തിച്ചാൽ മതി. വെള്ളാപ്പള്ളി നടേശൻ അതെ, ആരാണ് ചരിത്രം മറന്നുപോകുന്നത്? ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ മതസൗഹാർദ്ദത്തെക്കുറിച്ച് വാചാലനാകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിഷം ചീറ്റുന്ന നാക്കിൻ്റെ ഉടമയായിട്ടാണ് വെള്ളാപ്പള്ളി നിലകൊള്ളുന്നത്. അത് സാധാരണഗതിയിൽ ഒരു വർഗീയവാദിക്ക് മാത്രമേ ആ രീതിയിൽ സംസാരിക്കാനാവും. ഇത്രയും കൃത്യമായി വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാടുകളെ അളന്നിട്ട പാർട്ടിയായിരുന്നു CPM. മാത്രമല്ല, SNDP യോഗത്തിന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. മതനിരപേക്ഷതയുടെ കാര്യത്തിൽ ഏറ്റവും പ്രശംസനീയമായ നിലപാട് സ്വീകരിച്ച ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച സംഘടനയുടെ തലപ്പത്തിരുന്നു കൊണ്ടാണ് ഈ ഒരു വിവരദോഷം പറഞ്ഞത്. ഇതാണ് ചരിത്രമെന്നും അപകടം ഏതു വഴിക്കാണെന്നും തിരിച്ചറിഞ്ഞിട്ടും ഒന്നാം നമ്പർ കാറിലേക്ക് വെള്ളാപ്പള്ളി നടേശനെ ക്ഷണിച്ചു. തിരുത്താൻ ശ്രമിച്ച CPIക്കാട്ടെ ഇങ്ങനെയൊരു മറുപടിയും. ബിനോയ് വിശ്വം അല്ലല്ലോ പിണറായി വിജയൻ. പിണറായി വിജയൻ സ്വീകരിച്ചത് പിണറായി വിജയൻ്റെ നിലപാടാണ്. ബിനോയ് വിശ്വത്തിന് അങ്ങനെയൊരു നിലപാടുണ്ടാവും. അദ്ദേഹം കാറുകയറ്റിലായിരിക്കും. ഞാൻ കാറുകയറ്റിയത് ശരിയാണ്, അത് ശരിയാണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. അതിലൊരു തെറ്റുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. ആ നിലപാട് തന്നെയാണ് എനിക്കിപ്പോഴും ഉള്ളത്. കൂടുതലൊന്നും പറയാനില്ല. ഈ ധൈര്യമാണ് വെള്ളാപ്പള്ളി നടേശനെ കൂടുതൽ വാചാലനാക്കുന്നത്. വർഗീയതയും സാമുദായിക നേതാക്കളെയും അട്ടത്തുപോലും നിർത്താത്ത CPM ആകട്ടെ ഇപ്പോൾ ഗുരുതരമായ മൗനത്തിലും. മാർഷൽ വി സെബാസ്റ്റ്യൻ, മാതൃഭൂമി ന്യൂസ്.